പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പേരിനെ ചൊല്ലി വിവാദം കത്തുന്നു. ഇന്ന് ഉദ്ഘാടനം ചെയ്ത ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ സർദാർ മൻമോഹൻ സിംഗ് ഭവൻ എന്ന പേരിൽ ഫ്ലക്സ് സ്ഥാപിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ആസ്ഥാനത്തിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകാത്തതിലൂടെ ഗാന്ധി കുടുംബം മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയാണെന്ന വിമർശനവും ശക്തമാവുകയാണ്. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത ദില്ലിയിലെ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പേരിനെ ചൊല്ലിയാണ് വിവാദം. ഇന്ദിരാഭവൻ എന്ന പേരിട്ട കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ മുന്നിൽ സർദാർ മൻമോഹൻ സിംഗ് ഭവൻ എന്ന പേരിൽ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെ വിഷയം വിവാദമാക്കി BJP രംഗത്തെത്തി. പ്രണബ് മുഖർജിയെയും നരസിംഹറാവുവിനെയും അപമാനിച്ച പോലെ കോൺഗ്രസ് മൻമോഹൻ സിംഗിനെയും അപമാനിച്ചെന്നും ഗാന്ധി കുടുംബം എന്ന മനോഭാവമാണ് കോൺഗ്രസിനുള്ളതെന്നും വിമർശനങ്ങൾ ഉയരുന്നു. ജീവിച്ചിരുന്നപ്പോൾ ഗാന്ധി കുടുംബം മൻമോഹൻ സിംഗിനെ ബഹുമാനിച്ചില്ലെന്നും പുതിയ ആസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ പേരു നൽകുന്നത് അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള അവസരമാണെന്നും ഇതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ടതുണ്ടെന്നും അമിത് മാളവ്യ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ 2009 മൻമോഹൻ സിംഗാണ് പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. 24 അക്ബർ റോഡെന്ന വിലാസത്തിൽ നിന്നും 9A കോട്ട്ല റോഡെന്ന പുതിയ മേൽവിലാസത്തിൽ ആസ്ഥാനം നിർമ്മിക്കാൻ 15 വർഷക്കാലമെടുത്തു. 1998 കോൺഗ്രസ് അധ്യക്ഷനായ സീതാറാം കേസരിയെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയ നാടകീയ രംഗങ്ങൾ പഴയ AICC ആസ്ഥാനത്ത് അരങ്ങേറിയിരുന്നു. കൂടാതെ 2004 അന്തരിച്ച മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ പൊതുദർശനത്തിനായി AICC ആസ്ഥാനത്തിന്റെ ഗേറ്റ് തുറക്കാതിരുന്നതും വിവാദമായി. ഒടുവിൽ പുതിയ ആസ്ഥാനം ഉയരുമ്പോഴും വിവാദം വിട്ടൊഴിയുന്നില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും കത്തുകയാണ്. AICC ആസ്ഥാനത്തിന് സർദാർ മൻമോഹൻ സിംഗ് എന്ന പേരു നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഫ്ലക്സാണ് AICC ആസ്ഥാനത്ത് ഉയർന്നിട്ടുള്ളത്. ഇതിനെ BJPയും ഏറ്റെടുത്തതോടെയാണ് സംഭവം വിവാദമായിട്ടുള്ളത്. AICC ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.